പാർലമെന്റിന് പുറത്തും മഹാത്മാഗാന്ധിയുടെ ചിത്രം ഉയർത്തി പ്രതിപക്ഷം ബില്ലിനെതിരെ പ്രതിഷേധിച്ചു. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. ബൽറാം, വലിയ പ്രതിഷേധമാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് സഭയിൽ കണ്ടത്. ഈ പദ്ധതിയുടെ പേരിൽ നിന്ന് മഹാത്മാഗാന്ധിയുടെ പേര് വെട്ടിമാറ്റപ്പെടുകയാണ്. മറ്റൊന്ന്, സംസ്ഥാനങ്ങൾ ഉയർത്തുന്ന ആശങ്കയാണ്. നേരത്തെ കേന്ദ്രം പൂർണ്ണമായി വഹിച്ചിരുന്ന വിഹിതം അത് 40% ഇനി സംസ്ഥാനം വഹിക്കേണ്ട സാഹചര്യമുണ്ട്. കേരളം പോലുള്ള സംസ്ഥാനങ്ങളെ അത് കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്ന നിലയുണ്ട്. ഈ ബില്ലിന്റെ ഉള്ളടക്കവുമായി ബന്ധപ്പെട്ട് തൊഴിൽ നഷ്ടം ഉണ്ടാകുമോ എന്നതടക്കമുള്ള ആശങ്കകൾ, ആ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രശ്നങ്ങൾ, ഇതൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം. സഭയിൽ ശശി തരൂരിന്റെ പ്രസംഗവും ഒരു ഹൈലൈറ്റ് ആയിരുന്നു. വിവരങ്ങൾ സഭയിൽ കണ്ടത് എന്താണ്? ബൽറാം നെടുങ്ങാടി. റീജിത്ത്, മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി അത് രാജ്യത്ത് 13 കോടിയിലേറെ ജനങ്ങൾക്ക് തൊഴിൽ അവകാശമാക്കി മാറ്റിയ ഒരു നിയമമാണ്. ഈ നിയമത്തിന്റെ പേരും ഘടനയും മാറ്റുന്നതിന് എതിരെ ഈ ബില്ല് അവതരണം അജണ്ടയിൽ ഉൾപ്പെടുത്തിയ ഘട്ടത്തിൽ തന്നെ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും പ്രതിഷേധം ഉയർന്നിരുന്നു. ഇന്ന് പാർലമെന്റിൽ, ലോക്സഭയിൽ ഈ ബില്ല് കേന്ദ്ര കൃഷി മന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ അവതരിപ്പിച്ച വേളയിൽ തന്നെ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും പ്രതിഷേധ ശബ്ദം ഉയർന്നു. എന്നാൽ കൃഷിമന്ത്രി അതിനോട് പ്രതികരിച്ചത് ആ ബില്ലിന്റെ പേര് ഒരിക്കൽ കൂടി ആവർത്തിച്ചുകൊണ്ടാണ്. തുടർന്ന് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ബില്ല് അവതരണത്തെ എതിർത്തുകൊണ്ട് ആദ്യം രംഗത്തെത്തിയത് DMK അംഗം TR ബാലുവാണ്. തൊട്ടു പിന്നാലെ തന്നെ പ്രിയങ്ക ഗാന്ധി ഈ ബില്ലിനെ ശക്തമായി എതിർക്കുന്നു, ബില്ല് അവതരണത്തെ എന്ന് വ്യക്തമാക്കിക്കൊണ്ട് സംസാരിച്ചു. പ്രിയങ്ക ഗാന്ധി പ്രധാനമായും പദ്ധതിയുടെ ഗുണഭോക്താക്കളായത് അതിദരിദ്രരായ മനുഷ്യരാണ് എന്നും ആ ബില്ല് അവർക്ക് അവകാശമായിരുന്ന തൊഴിൽ അത് അല്ലാതാക്കി മാറ്റുന്നതാണ് പുതിയ ബില്ല് എന്നും പ്രിയങ്ക ഗാന്ധി വ്യക്തമാക്കി. അതുകൊണ്ട് തന്നെ ബില്ലിൽ ശക്തമായ എതിർപ്പ് അറിയിക്കുന്നുവെന്നും അധികാര വികേന്ദ്രീകരണത്തിന് വിരുദ്ധമാണ് ഈ പുതിയ ബില്ല് എന്നും ഭരണഘടനാ വിരുദ്ധമാണ് എന്നും പ്രിയങ്ക ഗാന്ധി വ്യക്തമാക്കി. ഒപ്പം തന്നെ കോൺഗ്രസിന്റെ നിരയിൽ നിന്നും ശശി തരൂർ MP-യും നിലപാട് വ്യക്തമാക്കി രംഗത്തെത്തിയത് ഏറെ ശ്രദ്ധേയമായി. കഴിഞ്ഞ ദിവസം ഈ ബില്ലുമായി ബന്ധപ്പെട്ട് അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച കുറിപ്പ് ആശയക്കുഴപ്പത്തിന് ഇടവെച്ചിരുന്നു. ഈ പേരുമാറ്റ വിവാദം അത് ദൗർഭാഗ്യകരം എന്ന അദ്ദേഹത്തിന്റെ സമൂഹ മാധ്യമ പോസ്റ്റ് ആശയക്കുഴപ്പത്തിന് ഇടയാക്കിയെങ്കിൽ ഇന്ന് സഭയ്ക്കുള്ളിൽ അദ്ദേഹം ഈ ബില്ലിനെ ശക്തമായി എതിർക്കുന്നു എന്ന് അറിയിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കുകയായിരുന്നു. മഹാത്മാഗാന്ധിയുടെ പേര് മാറ്റുന്ന തീരുമാനത്തെ താൻ ശക്തമായി എതിർക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. മഹാത്മാഗാന്ധി വിഭാവന ചെയ്ത രാമരാജ്യം എന്നുള്ളത് ഗ്രാമങ്ങളിൽ വേരൂന്നിയ ഒരു ആശയമായിരുന്നു എന്നും മറിച്ച് അതൊരു രാഷ്ട്രീയ പദ്ധതിയല്ല എന്നുമാണ് ശശി തരൂർ വ്യക്തമാക്കിയത്. ഒപ്പം തന്നെ KC വേണുഗോപാൽ, NK പ്രേമചന്ദ്രൻ, സുപ്രിയ സുലെ, TMC നേതാവ് സൗഗത റോയ് അടക്കമുള്ള നേതാക്കളും ഈ ബില്ലിനെ അവതരണത്തെ എതിർത്ത് സംസാരിച്ചു. TMCയും ഈ വിഷയത്തിൽ NCPയും ബില്ല് സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് വിടണമെന്നാണ് ആവശ്യപ്പെട്ടത്. തുടർന്ന് ശിവരാജ് സിംഗ് ചൗഹാൻ വിശദീകരണവുമായി രംഗത്തെത്തുകയും ബില്ലിന്റെ ഉള്ളടക്കം സംബന്ധിച്ചും ആശങ്കകളും വിമർശനങ്ങളും ഒക്കെ ഉയരുന്നുണ്ട്. അതിൽ കേന്ദ്ര സർക്കാരിന്റെ ഒരു പ്രതിരോധം, ഇത് സാധാരണ നിലയിൽ വർഷം 100 തൊഴിൽ ദിനങ്ങൾ എന്നുള്ളതാണെങ്കിൽ അത് 125 എത്താൻ പോകുന്നു എന്നൊക്കെയായിരുന്നു നേരത്തെ പുറത്തു വന്ന റിപ്പോർട്ടുകൾ. ഈ രാഷ്ട്രീയ വിമർശനങ്ങൾക്കപ്പുറത്തേക്ക് ഈ ബില്ലിന്റെ ഉള്ളടക്കവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ പ്രതിരോധം തീർക്കുന്നത് എങ്ങനെയാണ്? ബൽറാം നെടുങ്ങാടി. റിജിത്ത്, ഇന്ന് സഭയിൽ സംസാരിച്ച പ്രതിപക്ഷ നിരയിൽ നിന്നുള്ള നേതാക്കൾ NK പ്രേമചന്ദ്രൻ അടക്കമുള്ളവർ പേരുമാറ്റത്തോടൊപ്പം തന്നെ ഘടനാപരമായി ഈ ബില്ലിൽ ഉണ്ടാകുന്ന മാറ്റം അത് ഏത് തരത്തിലാണ് രാജ്യത്തെ തൊഴിലാളികളെ അല്ലെങ്കിൽ അതിദരിദ്രരായ മനുഷ്യരെ ഇത് ബാധിക്കുക എന്ന് വ്യക്തമാക്കിയിരുന്നു. പ്രത്യേകിച്ച് ഈ വിളവെടുപ്പ് സീസൺ, കാർഷിക വൃത്തിക്ക് ഉൾപ്പെടെ ഈ തൊഴിലാളികളെ ഉപയോഗിക്കരുത് തുടങ്ങിയ ഈ ബില്ലിലെ വ്യവസ്ഥകൾ അത് തിരിച്ചടിയാകുമെന്നും ഒപ്പം തന്നെ സംസ്ഥാനങ്ങളുടെ വിഹിതം 40% വിഹിതം ഉൾപ്പെടുത്തിയത് സംസ്ഥാനങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിക്കുന്ന വലിയ ഭാരമാകും എന്നുമുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. എന്നാൽ കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ കൃഷി മന്ത്രി ന്യായീകരിച്ച് സംസാരിക്കുന്ന ഘട്ടത്തിൽ ഈ പദ്ധതി യുടെ തൊഴിൽ ദിനങ്ങൾ 100-ൽ നിന്നും 125 വർദ്ധിപ്പിച്ച കാര്യം മാത്രമാണ് എടുത്തു പറഞ്ഞത്. മറ്റ് വിമർശനങ്ങൾക്കൊന്നും തന്നെ അദ്ദേഹം മറുപടി നൽകാൻ തയ്യാറായില്ല. രാമരാജ്യം എന്ന മഹാത്മാഗാന്ധിയുടെ സങ്കല്പം അത് ആവിഷ്കരിക്കാനുള്ള ശ്രമമാണ് ഈ റാംജി ബില്ലിലൂടെ തങ്ങൾ ഉന്നം വെക്കുന്നത് എന്നായിരുന്നു കേന്ദ്ര കൃഷി മന്ത്രിയുടെ വിശദീകരണം. തുടർന്ന് പ്രതിപക്ഷം നടുത്തളത്തിൽ പ്രതിഷേധവുമായി ഇറങ്ങുകയും മഹാത്മാഗാന്ധിയുടെ ചിത്രങ്ങളുമായി പ്രതിഷേധിക്കുകയുമായിരുന്നു. ഈ ഘട്ടത്തിൽ ബില്ല് സഭയുടെ മേശപ്പുറത്ത് വെക്കുകയാണ് ഉണ്ടായത്. തുടർന്ന് എന്തായാലും ഈ ബില്ലിൽ വിശദമായ ചർച്ചകൾ തന്നെ നടക്കും. വെള്ളിയാഴ്ച വരെ BJP അംഗങ്ങൾക്ക് ലോക്സഭയിൽ വിപ്പ് നൽകിയിട്ടുണ്ട്.
അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ചക്കകം ഈ ബില്ലിലുള്ള ചർച്ചകൾ ഉണ്ടാകും. ഇന്നെന്തായാലും ലോക്സഭ ഈ ബില്ല് അവതരണത്തിന് പിന്നാലെ തന്നെ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് 2 മണിവരെ പിരിഞ്ഞു. 2 മണിക്ക് ശേഷം ഇപ്പോൾ കേന്ദ്ര ധനമന്ത്രി അവതരിപ്പിച്ച ഇൻഷുറൻസ് ബില്ലിലെ ചർച്ചകൾ ഇപ്പോൾ തുടരുകയാണ്. റിജിത്ത്, ശരി, ബൽറാം നെടുങ്ങാടി വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. പദ്ധതിയുടെ പേരിൽ നിന്ന് മഹാത്മാഗാന്ധിയുടെ പേര് വെട്ടിമാറ്റപ്പെടുകയാണ്. മറ്റൊന്ന് സംസ്ഥാനങ്ങൾക്കുണ്ടാവുന്ന ബാധ്യതയാണ്. 40% വിഹിതം സംസ്ഥാനങ്ങൾ വഹിക്കണം. കേരളം പോലുള്ള സംസ്ഥാനങ്ങൾക്ക് അത് 1600 കോടിയിലധികം രൂപയുടെ ബാധ്യതയുണ്ടാക്കും എന്നാണ് കേരളമടക്കം ചൂണ്ടിക്കാട്ടുന്നത്. ബൽറാം നെടുങ്ങാടി വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. എന്തായാലും വലിയ പ്രതിഷേധം ഇന്ന് പാർലമെന്റിൽ പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് നമ്മൾ കണ്ടു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.